ലോകം ശാന്തമായിട്ടില്ല. പശ്ചിമേഷ്യയിൽ നടന്ന കൊടും യുദ്ധങ്ങളും യൂറോപ്പിന്റെ ഭാഗത്തേക്ക് നടന്ന യുദ്ധഭീതികളും ഒഴിയുന്നില്ല. 2025 ലോക മഹായുദ്ധം, ഒരു വലിയ യുദ്ധം, അത് മൂന്നാം ലോക മഹായുദ്ധമായിരിക്കുമെന്ന് പ്രവചനങ്ങൾ വരികയാണ്. 2024 നടത്തിയ പല പ്രവചനങ്ങളും ശരിയായി എന്ന് സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്ന ബ്രസീലിയൻ പാരാസൈക്കോളജിസ്റ്റ് അതോസ് സലോമിയാണ് ഇപ്പോൾ 2025 പ്രവചനങ്ങൾ നടത്തി ലോകത്തെ തന്നെ വീണ്ടും ഒരു ആശങ്കയിലാഴ്ത്തിയിരിക്കുന്നത്. ചില പ്രവചനങ്ങൾ അതൊക്കെ സത്യമാകാറുണ്ട്. നമ്മൾ ബാബ വാങ്കയുടെ കാര്യങ്ങളൊക്കെ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണല്ലോ. അതുപോലെ അതോസ് സലോമിയും പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ 2025 ഒരു ലോക മഹായുദ്ധം ഉണ്ടാകുമെന്ന അതോസ് സലോമിയുടെ പ്രസ്താവനയിൽ ചിലരെങ്കിലും ആശങ്കപ്പെടുന്നത്. കാരണം യുദ്ധഭീതി പൂർണ്ണമായും ഒഴിഞ്ഞിട്ടില്ലല്ലോ. പശ്ചിമേഷ്യയും യൂറോപ്പുമെല്ലാം ഇപ്പോഴും പുകഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. 2025 ലോകം അസാധാരണമായ ഒരു ലോക മഹായുദ്ധത്തിന് സാക്ഷ്യം വഹിക്കുമെന്നാണ് അതോസ് സലോമി പ്രഖ്യാപിച്ചിരിക്കുന്നത്. COVID-19 മഹാമാരി, എലോൺ മസ്കിന്റെ ട്വിറ്റർ ഏറ്റെടുക്കൽ, എലിസബത്ത് രാജ്ഞിയുടെ മരണം, ചിഹ്നഗ്രഹത്തിന്റെ ഭീഷണി തുടങ്ങിയ തന്റെ പ്രവചനങ്ങളെല്ലാം യാഥാർത്ഥ്യമായി എന്ന് അവകാശപ്പെട്ട ബ്രസീലിയൻ പാരാസൈക്കോളജിസ്റ്റ് അതോസ് സലോമി ഇപ്പോൾ അടുത്ത പ്രവചനം നടത്തുമ്പോൾ ലോകം ഉറ്റുനോക്കുകയാണ് ഇനി 2025 എന്തൊക്കെയാണ് കാത്തിരിക്കുന്നതെന്ന്. 2025 തന്റെ പ്രവചനങ്ങളുമായി രംഗത്തെത്തിയ അതോസ് സലോമി ഇപ്പോൾ വലിയ രീതിയിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ ചർച്ചയായി മാറുകയാണ്. പുതിയ വർഷം മൂന്നാം ലോക മഹായുദ്ധത്തിന് തുടക്കമാകുമെന്നാണ് അദ്ദേഹം ഡെയിലി സ്റ്റാറിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. മിഡിൽ ഈസ്റ്റിലും റഷ്യയിലും വർദ്ധിച്ചു വരുന്ന യുദ്ധസംഘർഷങ്ങൾ ഇതിന്റെ സൂചനകളാണ് എന്നായിരുന്നു അതോസ് വ്യക്തമാക്കിയത്. എന്നാൽ മൂന്നാം ലോക മഹായുദ്ധം മുൻ ലോക മഹായുദ്ധങ്ങളെ പോലെ ഭൂമിക്ക് മുകളിലെ യുദ്ധം മാത്രമായിരിക്കില്ല എന്നും അത് പ്രധാനമായും സാങ്കേതിക വിദ്യയെ കൂടി അടിസ്ഥാനമാക്കിയായിരിക്കുമെന്നും അതോസ് സലോമി പറയുന്നു. അത് മനുഷ്യർ തമ്മിലുള്ള യുദ്ധം മാത്രമായിരിക്കില്ല, മറിച്ച് യന്ത്രങ്ങളുടെ യുദ്ധമായിരിക്കുമെന്നാണ് അതോസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. റഷ്യ യുക്രൈനെതിരെ പുതിയ തലത്തിലുള്ള ആക്രമണങ്ങളിലേക്ക് കടന്നു. ഡിനിപ്രോ നഗരത്തിന് നേരെ ഒറഷ്നിക് സൂപ്പർസോണിക് മിസൈലുകളാണ് ഇപ്പോൾ വിക്ഷേപിക്കുന്നത്. അതേസമയം തങ്ങൾ സ്വയം സംരക്ഷിക്കാൻ തയ്യാറാണ് എന്നാണ് റഷ്യൻ വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവന. ഇത് യുദ്ധത്തിലേക്ക് പുതിയ സാങ്കേതിക ഉപകരണങ്ങളുടെ വരവ് കൂട്ടുകയും യുദ്ധം കടുപ്പിക്കുകയും ചെയ്യും എന്നാണ് അതോസ് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അതേസമയം ഈ യുദ്ധം ഓൺലൈനുകളിലാകും കൂടുതലും പ്രതിഫലിക്കുക. 2024 അവസാനത്തോടെ മനുഷ്യർ ടെക്നോളജിയുടെ യുദ്ധത്തിന് സാക്ഷ്യം വഹിക്കുമെന്നും അതോസ് പറഞ്ഞിരുന്നു. 16-ാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് ജ്യോതിഷിയായ നോസ്ട്രഡാമസിന്റെ പ്രവചനങ്ങൾ ഏതാണ്ടെല്ലാം അശുഭകരമായ കാര്യങ്ങളായിരുന്നു. ഇതിന് സമാനമാണ് അതോസിന്റെ പ്രവചനങ്ങളും. ഈ സമാനതകൾ കാരണം ജീവിക്കുന്ന നോസ്ട്രഡാമസ് എന്നാണ് അതോസ് സലോമി അറിയപ്പെടുന്നത്. അതേസമയം നോസ്ട്രഡാമസ് 2025 ചിഹ്നഗ്രഹങ്ങളുടെ കൂട്ടിയിടിയും UK-യിൽ പ്ലേഗ് രോഗവ്യാപനവും പ്രവചിച്ചിട്ടുണ്ടെന്നും ചില റിപ്പോർട്ടുകളിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.